ആദിവാസി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പാലൊഴിക്കുക പാലക്കാട് ജില്ലയിൽ തന്നെ മുതലമട ക്ഷീര സംഘത്തിലെ ഒരു സ്ത്രീക്കാണ്, കമലം പറഞ്ഞ സ്ത്രീക്കാണ് ഇത് കിട്ടിയത്. അവർക്ക് അവാർഡ്, നല്ല അവാർഡ് കിട്ടിയത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവർ കിട്ടിയത്. ഒരു ഫോട്ടോ ഒക്കെ പേപ്പറിൽ എല്ലാവരും വന്നാണ്. ഇത് മുതലമട ഈസ്റ്റ് ക്ഷീര വ്യവസായ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ഓഫീസ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച ആദിവാസി വിഭാഗത്തിലുള്ള ക്ഷീര കർഷകയായ ശ്രീമതി കമലം. അവരെ തേടി ഞങ്ങൾ പോയപ്പോൾ கமலக்காவா? எங்க அங்க வர சொல்றீங்களா? വേണ്ടപ്പെട്ട കർഷക തന്നെയാണ് കമലം ചേച്ചി. എത്ര വർഷമായി പാലൊഴിക്കാൻ തുടങ്ങിയിട്ട്? 24 വർഷം. மாடு மேய்க்க தொடங்கிட்டு 25 வருஷம் ஆச்சு. ஏன்னு கேட்டா என்ற மக கர்ப்பிணி ஆனப்போ மாடு வாங்கினதாக்கு செனையோட வாங்கி அப்பவே பிரசவிச்சுது ஒரு 2-3 மாசத்துல. പിന്നെ അപ്പൊ കുടിച്ച് ഒരു 25 വർഷം കഴിഞ്ഞു. 25 വർഷമായി നമ്മുടെ കിഴക്ക് ക്ഷീര സംഘത്തിൽ പാലൊഴിക്കാൻ. എന്താ ഇടം? ചുക്കമ്പതിന് 2 ചുക്കമ്പതിയുണ്ട്. ഇത് പടിഞ്ഞാറ് ചുക്കമ്പതി. എത്ര പശുണ്ട്? ഇത് കറവ, അത് 5 കുട്ടി. പിന്നെ പ്രത്യേകിച്ച് അതോടെ മൂത്ത കുട്ടിക്ക് 3 എണ്ണം ഉണ്ട്. അപ്പടി 13 എണ്ണം. എത്ര ലിറ്റർ പാലൊഴിക്കും ഒരു ദിവസം? ഒരു ദിവസം 50 വരെ കിട്ടുന്ന. ഫസ്റ്റ് കറവയ്ക്ക് 50 ലിറ്റർ. ഇപ്പോൾ നമ്മുടെ കിഴക്ക് ക്ഷീര സംഘത്തിൽ നിന്ന് കർഷക പാലൊഴിക്കുന്ന ആളാണ് നിങ്ങൾ. അതിനെ പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാലൊഴിച്ച ക്ഷീര കർഷക എന്നുള്ള അവാർഡ് പാലക്കാട് ജില്ലാ ക്ഷീരോത്സവത്തിൽ നിങ്ങൾക്ക് വിതരണം ചെയ്യുകയുണ്ടായിട്ട്. അതാവുന്ന ക്ഷീരത്തിൽ ആ ഒരു എന്താണ് മൊമെന്റ് ആണോ കിട്ടിയിരിക്കുന്നത്? ശരി ശരി, അത് നേരത്തിലാണ് ചെയ്യണം. ഞാൻ പ്രസിഡൻ്റായി. ഇവിടെ നിന്ന് ആരംഭിക്കണം. അന്ന് ഞാൻ പ്രസിഡൻ്റാണ് വരുന്ന കാലത്ത് വെറും 200 ലിറ്റർ താഴെ പാലായി സൊസൈറ്റിയിൽ. ഒരു 200 ലിറ്റർ പാൽ തുടങ്ങി 4 ജീവനക്കാരുണ്ടായിരുന്നു. ഒരു ഓഫീസ് കെട്ടിടമൊന്നുമില്ല. ഒരു ചെറിയ റൂമിൽ ഒരു ചെയർ പോലും ഇരിക്കാനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഞങ്ങൾ ഇരുന്ന് ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ ശേഷം ഈ സ്ഥലം ഒരു 6 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ ഹെഡ് ഓഫീസിൽ നമ്മുടെ പഴയ ഒരു വേൽസ്വാമി കൗണ്ടർ പറഞ്ഞ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആൾ, അയാൾ 6 മാസം മരിച്ചു. അയാൾ മരിച്ച ശേഷമാണ് ഞാൻ പ്രസിഡന്റ് ആകുന്നത്. അദ്ദേഹം സൗജന്യമായി തന്ന സ്ഥലമാണ് ഈ 6 സെൻറ്റ് സ്ഥലം. അവിടെ സ്വന്തമായി ഒരു ബിൽഡിംഗ് ഞങ്ങളന്ന് കെട്ടി. 82 പണി പൂർത്തിയായി. ഉദ്ഘാടനം ചെയ്ത് താഴെ ബിൽഡിങ്ങിലുണ്ടായി. 82 തുടങ്ങി. അങ്ങനെ തുടങ്ങി അവിടെ നിന്ന് പടിപടിയായി വളർന്ന് വന്നാണ്. പിന്നെ അത് 1000 ലിറ്ററിലെത്തി, 500, അങ്ങനെ കൂടി ഇന്ന് 13,000 ലിറ്റർ പാല് ഒരു ദിവസം പെർ ഡേ സംഭരിക്കുന്നു. അത് നമ്മളൊക്കെ മീനാക്ഷിപുരം കാനറ ബാങ്കൊക്കെ നല്ലോണം സഹായിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ബാങ്കുകാർ കൃഷിക്കാർക്കുള്ള ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുത്തു. നമ്മൾ പറയുന്ന മുഴുവൻ ആൾക്കാർക്കും അവർ ലോൺ കൊടുത്തു. ആ ലോണിൻ്റെ പേരിൽ പശുക്കൾ വാങ്ങിയ ആൾക്കാർ മുഴുവൻ, അന്ന് വേറെ വരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക്. ഇന്നത്തെ സ്ഥിതിയല്ല അന്നത്തെ സ്ഥിതി. അന്ന് ഒരു ഉപജീവനം കഴിയണമെങ്കിൽ ഈ ഒരു പശു വളർത്തി അതുകൊണ്ടാണ് കുടുംബജീവിതം കഴിക്കുന്നത് എല്ലാവരും. ആ ഒരു പാൽപ്പണത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം ആഴ്ചയ്ക്ക് 8 ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ മിൽക്ക് ഡ്യൂസ് നേരിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ തുടർന്ന് വന്നു. ഇപ്പോൾ നേരെ മറിച്ച് ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ മുഴുവൻ അക്കൗണ്ടിലാണ് പൈസ കൊടുക്കുക. നിങ്ങൾ പാലൊഴിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് നേരിട്ട് അക്കൗണ്ടിലേക്ക് വരും. പണം കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര ഒഴിച്ചോ എത്ര രൂപ. ഇപ്പോൾ പിന്നെ എല്ലാ സെൻറ്ററിൽ 14 കളക്ഷൻ സെൻ്റർ ഇവിടെ. ആ സെൻറ്ററിൽ നേർക്ക് ഇത് വെച്ചിട്ട് എടുക്കണം പാല്. അത് അപ്പം തന്നെ നിങ്ങൾക്ക് പാലിൻ്റെ വില എത്രയെന്നാണ് അറിയാം.
എത്ര രൂപ കിട്ടും, എത്ര SNF ഉണ്ട്, അല്ലെങ്കിൽ എത്ര വെള്ളമുണ്ട്, എല്ലാം ബിൽ ബസ് കണ്ടക്ടർ ബില്ല് കൊടുക്കുമ്പോൾ തന്നെ പാൽ ഒഴിച്ച സമയത്ത് തന്നെ പാലിൻ്റെ ബില്ലിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയും കൂടി കൈയോടെ വരും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് എങ്ങനെ ചോദിച്ചാൽ ആ പാലിൻ്റെ സാമ്പിൾ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. ഇവിടെ ഓരോ ടെസ്റ്റ് ചെയ്ത് ഒരു പാലിന് എത്ര ലിറ്റർ വില വരും എന്ന് SNF ഫാറ്റൊക്കെ നോക്കി വില ഇവിടെ നിർണ്ണയിച്ചിട്ടാണ് നമ്മൾ ഇവിടെയാണ് ഓഫീസിൽ നിന്ന് വില നിർണ്ണയിക്കും. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ വില കുറച്ചോ കൂട്ടിയോ എന്നുള്ള ഒരു പ്രശ്നം വരും. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല, ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ പാലൊഴിച്ചു, ആ സ്പോട്ട് ബില്ലാണ്. നിങ്ങൾക്ക് എത്ര ഒഴിച്ചോ അതിനുള്ള എത്ര റുപ്യ, എത്ര പൈസ, പാലിൽ കൊഴുപ്പിനും ഇത്ര മിൽമ ചാർട്ട് പ്രകാരമുള്ള വിലയാണ് ഇവിടെ നൽകിക്കൊണ്ടുവരും. ഇന്നും 62 രൂപ വരെ 1 ലിറ്റർ പാലിന് ഇവിടെ വില കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ പശുവും പാലിന് 62 രൂപയാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. 62 രൂപ വരെ. അത് 40 മുതലോട്ടുണ്ട്. എല്ലാവർക്കും 62 രൂപ ചോദിച്ചില്ല. നല്ല പാലിന് നല്ല വിലയും മോശമുള്ള പാലിന് മോശമുള്ള വരും. അതുകൊണ്ട് പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വില നിലവാരം കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മെമ്പർമാർക്കും തരണം. ഇത്തവണ ഒരു പുതിയ ഒരു പരിഷ്കാരം ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ 2024 പൊങ്കലോടനുബന്ധിച്ച് ഈ തമിഴ് ബെൽറ്റാണ് കൂടുതലുള്ളതുകൊണ്ട് ഇതുവരെ ബോണസ് കൊടുത്തുകൊണ്ടിരിക്കുക. ബോണസിലെ ഓണക്കാലത്ത് മിൽമ 2 രൂപ അധിക വില തന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ കർഷകർക്ക് 1 ലിറ്ററിന് 1 രൂപ വെച്ച് ഈ പൊങ്കലോടനുബന്ധിച്ച് അധിക പാൽ വില പറഞ്ഞ് ഞങ്ങൾ സ്വന്തം പൈസ എടുത്ത് ഈ വർഷം മൊത്തം ഇത് കൊടുക്കാൻ തുടങ്ങി. ഇനി ആരും ഇല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഗുണം കൊടുക്കണമല്ലോ. അവർ കൃഷിക്കാർ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യമില്ല, മിൽമയിൽ ഓടിക്കണവർക്കുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടണം. അപ്പോൾ പറഞ്ഞു നമ്മുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ എല്ലാം മുഖത്തോട്ട് ഈ വർഷം പൊങ്കലിന് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അത് മാവ് കൃഷിക്കാർ വളരെ നഷ്ടത്തിലാണ്. ഈ സാമ്പത്തിക വർഷം തേങ്ങയ്ക്ക് വിലയില്ല, മാവിന് വിലയില്ല, എല്ലാം കൊണ്ടും നഷ്ടത്തിലുണ്ട്. ഈ ഏക ആശ്രയം ഈ പാൽ കറന്നൊഴിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാവിടെയും എല്ലാ കർഷകർക്കും ചെറുപ്പക്കാരൊക്കെ ഈ ഫീൽഡിലേക്ക് വരിക. ചെറിയ ചെറുപ്പക്കാർ പഴയ പോലെയല്ല. ഇപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അവർ പശു വളർത്തുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കി അതുകൊണ്ട് കുടുംബജീവിതം കഴിക്കുന്ന സുഖമായി ജീവിക്കുന്ന നല്ല രീതി തന്നെ പോകുന്നുണ്ട്. യാതൊരു ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കൃഷിക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതേപോലെ കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക, കൃഷിക്കാർക്കുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. അത് ഇന്നും ചെയ്തു വരുന്നുണ്ട്, മേലിലും ചെയ്തുകൊണ്ടിരിക്കും.